അപ്പം ഇന്ന് ഞങ്ങളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന്? സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാരേജ് സ്റ്റൈൽ ബിരിയാണിയാണ്, ഒരു ചിക്കൻ വടി ബിരിയാണി. ഞങ്ങളൊരു തമിഴ് ചാനലിൽ നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സക്സസ് ആവുകയാണ്, അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് തരാം. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതിയേ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഓടിച്ച് കാണാം, ഞാൻ നന്നായിട്ട് പിന്നീട് പറയാം. പാന് ആദ്യം ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 100 ml നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 3 അനിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലോണം വഴലണം. പിന്നെ അനിയൻ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, കാരണം ഇതിനകത്ത് അധികം മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ തീരെ തിന്നായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി ശരിയാവില്ല. ഉള്ളി വഴന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉള്ളി നല്ലോണം വഴന്നു കഴിയുമ്പം അതിനകത്തേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പം സിമ്മിലാക്കാൻ മറക്കരുത്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത്, അത് 25 ഗ്രാം വെളുത്തുള്ളിയും 50 ഗ്രാം ഇഞ്ചിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ, മുളക് 3 എണ്ണം അരിഞ്ഞത്, പിന്നെ 100 ഗ്രാം കേട്, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 3 തക്കാളി നല്ലോണം അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. 3/4 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് ഉടച്ച് വേവിക്കേണ്ടതാണ്. പുതിന കുറച്ച് നേരത്തെ ഇടായിരുന്നു, ഞാൻ പുതിന ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ പുതിനയിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് എത്തിയിട്ടുണ്ട്. അസിസ്റ്റൻ്റ് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നതാണ്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. എത്ര വെള്ളം? 700 ഒഴിച്ചാൽ മതി. 700 ml വെള്ളം ഒഴിക്കുകയാണ്. നല്ലോണം ഒന്ന് തട്ടിൽ മൂടി വെച്ച് നല്ലോണം ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് ആയപ്പോഴത്തേക്കും നല്ലോണം തിളച്ചിട്ടുണ്ട്. അത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് മൂടി വെച്ച് സിമ്മിൽ ഒരു 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റായി. നമുക്ക് അടുത്ത പ്രോസസ്സ്. ഇതിനകത്ത് നമുക്ക് ഒരു 1/2 കിലോ ചിക്കനാണുള്ളത്. നമുക്കപ്പം ആ ചിക്കൻ ഇതിനകത്തേക്ക് ഇടാം. തിള വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി നമുക്കിനി ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കണം. അപ്പം ചിക്കൻ നല്ലോണം തിളച്ചിട്ടുണ്ട്. കുറച്ച് വേവായിട്ടുണ്ട്, ഒരു പാതി വേവെന്ന് പറയാം. ഇനി അടുത്ത് നമുക്ക് അരിയെല്ലാം ഇട്ടിട്ട് ദം ചെയ്യണം. അടുത്തത് 1.5 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ബാസ്മതി റൈസ് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 മിനിറ്റ് 2 മിനിറ്റ് തിളച്ചാൽ മതിയാകും കേട്ടോ. അപ്പം ചോറൊരു 50% വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം. ആ വെള്ളം കുറച്ച് വെക്കണം, കാരണം നമുക്കിനി വെള്ളം ആവശ്യം വരുമോയെന്ന് അറിയില്ല, അതുകൊണ്ട്. അപ്പം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്രേവി ഒന്നും കൂടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് റൈസ് കുടഞ്ഞിടുന്നത്. അപ്പം റൈസിൻ്റെയും ചൂടൊട്ടും കുറയാൻ പാടില്ല. അപ്പം വെള്ളം ഊറ്റി ഉടനെ തന്നെ ചോറ് ഈ ഗ്രേവിയിലേക്ക് ഇടുകയാണ് ചെയ്തത്. അപ്പം ഗ്രേവി ഇപ്പോൾ കുറച്ച് പൊങ്ങിയാണ് നിൽക്കുന്നത് ചോറിൻ്റെ മുകളിൽ, അതുകൊണ്ട് വെള്ളം വേറെ ഒഴിക്കേണ്ടതില്ല. അപ്പോൾ ഒരു മിഡിൽ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം വീണ്ടും ലോ സിമ്മിലാക്കിയിട്ട് ഞാനൊരു 5 മിനിറ്റോളം വെച്ചു. പക്ഷേ 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴും വെള്ളം അത്ര നന്നായിട്ട് വറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് എടുത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി കിട്ടി. മണം തന്നെ അടിപൊളിയാണ്. പിന്നെ ഒരു ചള്ളാസ് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി ഞെരടി പിഴിയാണ്. അതിലേക്ക് കുറച്ച് കേട് ഒഴിച്ചു. അതിൽ ഒന്ന് താളിച്ച് കൊട്ടുകയും കൂടെ ചെയ്തു. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും ചാറ്റ് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണി ഒന്ന് സെർവ് ചെയ്ത് നോക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല നല്ല വിട്ട് കിടക്കുന്നുണ്ട്. ബസ്മതി റൈസൊക്കെ അതേ നീളത്തിൽ ഒട്ടും ഒടയാതെയുണ്ട്. നമുക്ക് ചള്ളാസം കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. ഇത് ശരിക്കും അവർ പറയുന്ന വടി ബിരിയാണി എന്നാണ് പറയുന്നത്. പാത്രം വടിച്ച് തരുന്ന അത്ര ടേസ്റ്റ് ബിരിയാണി കേട്ടോ, ഗ്യാരണ്ടി.